ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ 8ാമത്തെ പാഠത്തിൻ്റെ പേരാണ് വീടും കൂടും. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ആറ്റക്കുരുവി ഇണകൾക്ക് ഒരു മോഹം. മഴക്കാലം തുടങ്ങും മുമ്പേ കൂടുണ്ടാക്കണം. ഒരു മരച്ചില്ല കണ്ടെത്തി ആൺകുരുവി കൂടൊരുക്കാൻ തുടങ്ങി. നെൽച്ചെടിയിൽ നിന്നും കൊത്തിയടർത്തിയ നാരുകളും തെങ്ങോല നാരുകളും ചേർത്ത് ദിവസങ്ങൾക്കുള്ളിൽ വളരെ മനോഹരമായ കൂടൊരുങ്ങി. പെൺകുരുവി അതിൽ മുട്ടകളിട്ട് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതും കാത്തിരുന്നു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ പറക്കാൻ പാകമായി. കുരുവിയും മക്കളും ദൂരേക്ക് പറന്നുപോയി. അപ്പോൾ ആറ്റക്കുരുവി ഇണകൾ മഴക്കാലത്തിനു മുമ്പ് കൂടുണ്ടാക്കുന്നതാണ് പറയുന്നത്. ഒരു മരച്ചില്ല കണ്ടെത്തി ആൺകുരുവി കൂടൊരുക്കാൻ തുടങ്ങി. എന്തൊക്കെ ഉപയോഗിച്ചാണ്? നെൽച്ചെടിയും അതിൽ നിന്ന് കൊത്തിയടർത്തിയ നാരുകളും തെങ്ങോല നാരുകളുമൊക്കെ ചേർത്താണ്. എന്നിട്ട് ആ കൂട്ടിൽ പെൺകുരുവി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വളർന്നു. കുഞ്ഞുങ്ങൾ വളർന്നപ്പോൾ കുരുവിയും മക്കളും ദൂരേക്ക് പറന്നുപോയി. അപ്പോൾ അവർ ആ കൂട് ഉപേക്ഷിച്ചു അല്ലേ, കുഞ്ഞുങ്ങൾ വിരിഞ്ഞപ്പോൾ. നിങ്ങൾ ആറ്റക്കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടോ? ഏതെല്ലാം പക്ഷിയുടെ കൂടുകൾ കണ്ടിട്ടുണ്ട്? എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെയാണോ? അവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ചിത്രങ്ങൾ നോക്കൂ. അപ്പോൾ ആറ്റക്കുരുവിയുടെ കൂട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഏതെല്ലാം പക്ഷികളുടെ കൂട് കണ്ടിട്ടുണ്ട്? പക്ഷികളുടെ കൂടുകളെല്ലാം ഒരുപോലെയാണോ? അല്ല അല്ലേ? നമുക്കതൊന്ന് നോക്കാം. ആറ്റക്കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ട്. തോടുകളുടെയും മറ്റും അരികിൽ നിൽക്കുന്ന തെങ്ങുകളിലോ മറ്റ് മരങ്ങളിലോ തൂങ്ങിക്കിടക്കുന്ന ആറ്റക്കുരുവിയുടെ കൂടുകൾ കണ്ടിട്ടുണ്ട്. കാണാത്തവർ കാണാനായിട്ട് ശ്രമിക്കണം. ഇനി ഏതെല്ലാം പക്ഷികളുടെ കൂട് കണ്ടിട്ടുണ്ട്? കാക്ക, പ്രാവ്, തയ്യൽക്കാരൻ പക്ഷി, അതിനെ അധപ്പക്ഷി എന്നു പറയും, കുരുവി എന്നിവയുടെ കൂടുകൾ കണ്ടിട്ടുണ്ട്. എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെയാണോ? അല്ല, ഓരോ പക്ഷിയും വ്യത്യസ്ത രീതിയിലാണ് കൂട് നിർമ്മിക്കുന്നത്. അവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഉപയോഗിക്കുന്ന വസ്തുക്കൾ. കാക്കകൾ ചുള്ളിക്കമ്പുകളും കമ്പിക്കഷ്ണങ്ങളും ഉപയോഗിക്കുമ്പോൾ തയ്യൽക്കാരൻ പക്ഷി ഇലകൾ തുന്നിച്ചേർത്താണ് കൂടുണ്ടാക്കുന്നത്. ആറ്റക്കുരുവികൾ എങ്ങനെയാണ്? നാരുകൾ കൊണ്ടാണ് കൂട് നെയ്യുന്നത്. ചില പക്ഷികൾ മരപ്പൊത്തുകളിലും ചിലവ മണ്ണിലും കൂടുണ്ടാക്കുന്നു. തയ്യൽക്കാരൻ പക്ഷി എങ്ങനെയാണ്? ഇലകൾ തുന്നിച്ചേർത്താണ് കൂടുണ്ടാക്കുന്നത്. മരം കൊത്തി മരത്തിൻ്റെ തടിയിൽ സുഷിരമുണ്ടാക്കി അതിനുള്ളിലാണ് താമസിക്കുന്നത്. കണ്ടില്ലേ പലതരത്തിലുള്ള കൂടുകൾ. തിത്തിരപ്പക്ഷി എവിടെയാണ് മുട്ടയിടുന്നത്? മരങ്ങളിലും കുറ്റിച്ചെടികളിലും മരപ്പൊത്തുകളിലും മണ്ണിലുമെല്ലാം കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ട്. അപ്പോൾ മരങ്ങളിൽ, കുറ്റിച്ചെടികളിൽ, മരപ്പൊത്തിൽ, മണ്ണിൽ ഒക്കെ പക്ഷികൾ കൂടുണ്ടാക്കുന്നുണ്ട്. തിത്തിര പക്ഷി എവിടെയാണ് മുട്ടയിടുന്നത്? നിലത്താണ് മുട്ടയിടുന്നത്. മണ്ണിൽ ചെറിയ കുഴികളുണ്ടാക്കി അതിലാണ് അവ മുട്ടയിടുക. എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? മുട്ടയിടാനും അവ വിരിയിക്കാനും, കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി വളർത്താൻ, ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നേടാൻ, വെയിൽ, മഴ തുടങ്ങിയ കാലാവസ്ഥാ മാറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ. ഇതിനൊക്കെയാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. മരത്തിൽ കൂടുണ്ടാക്കുന്നവയെയും അല്ലാത്തവയെയും കണ്ടെത്തൂ. ഉണ്ടാക്കിയ കൂടുകളിൽ പക്ഷികൾ സ്ഥിരമായി താമസിക്കാറുണ്ടോ? ചില പക്ഷികൾ കൂടുണ്ടാക്കാതെ മറ്റു പക്ഷികളുടെ കൂടുകളിൽ മുട്ടയിടുന്നു. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടി മറ്റു പക്ഷികളെ ആശ്രയിക്കുന്നതിന് ഉദാഹരണമാണ് കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടുന്നത്. ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ. അപ്പോൾ എല്ലാ പക്ഷികളും കൂടുണ്ടാക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? എല്ലാ പക്ഷികളും സ്വന്തമായി കൂടുണ്ടാക്കാറില്ല. ഉദാഹരണത്തിന് കുയിൽ സ്വന്തമായി കൂടുണ്ടാക്കാതെ കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത്. ഇനി അടുത്തത് മരത്തിൽ കൂടുണ്ടാക്കുന്നവയും അല്ലാത്തവയും ഏതൊക്കെ? മരത്തിൽ കാക്ക, ആറ്റക്കുരുവി, പ്രാവ്, മരംകൊത്തി ഇതൊക്കെയാണ് കൂടുണ്ടാക്കുന്നത്. മരത്തിലല്ലാതെ കൂടുണ്ടാക്കുന്നത് തിത്തിരപ്പക്ഷി നിലത്ത്, മീൻ കൊത്തി മണ്ണിലെ മാളങ്ങളിൽ. പക്ഷികളെപ്പോലെ കുഞ്ഞുങ്ങളെ വളർത്താൻ മാത്രം കൂടുണ്ടാക്കുന്ന മറ്റു ജീവികളുണ്ടോ? അന്വേഷിച്ചറിയൂ. കൂടുണ്ടാക്കി കൂട്ടമായി താമസിക്കുന്ന ജീവികളുമുണ്ട്. ചിത്രം നോക്കൂ. ഒരിനം ഉറുമ്പിൻ്റെ കൂടാണിത്. ഉറുമ്പുകൾ പലതരം കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട്. മണ്ണിൽ മാത്രമല്ല, ഇലകൾ ഒട്ടിച്ചേർത്തും തടികൾ തുളച്ചും ഇവ കൂടുണ്ടാക്കും. അപ്പോൾ പക്ഷികൾ കുഞ്ഞുങ്ങളെ വളർത്താൻ മാത്രം കൂടുണ്ടാക്കുന്നതാണ്. അതുപോലെ മറ്റു ജീവികളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ കൂടുണ്ടാക്കി കൂട്ടമായി അതിൽ താമസിക്കുന്ന ജീവികളാണ് ഉറുമ്പുകൾ. പലതരം കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട്. മണ്ണിൽ മാത്രമല്ല, ഉറുമ്പുകൾ എങ്ങനെയൊക്കെയാണ്? ഇലകൾ,
ഒട്ടിച്ചേർത്ത് തടികൾ തുളച്ച് ഒക്കെ ഇവ കൂടുണ്ടാക്കും. കണ്ടില്ലേ ഉറുമ്പിൻ കൂടുകൾ? പക്ഷികളെപ്പോലെ തന്നെ കൂടുകൾ ഉണ്ടാക്കി ജീവിക്കുന്നവരാണ് ഉറുമ്പുകൾ. എന്നാൽ പക്ഷികൾ കുഞ്ഞുങ്ങളെ വളർത്താൻ മാത്രമാണ് കൂടുണ്ടാക്കുന്നതെങ്കിൽ ഉറുമ്പുകൾക്കത് സ്ഥിരമായ താമസ സ്ഥലമാണ്. അപ്പോൾ പക്ഷികളെപ്പോലെ ഉറുമ്പുകളും കൂടുണ്ടാക്കും. പക്ഷേ കുഞ്ഞുങ്ങൾ വളർന്നാൽ പക്ഷികൾ പറന്നു പോകും. എന്നാൽ ഉറുമ്പുകൾ അവിടെ സ്ഥിരമായി താമസിക്കും. ഉറുമ്പുകൾ എവിടെയെല്ലാം കൂടുണ്ടാക്കുന്നു? മണ്ണിൽ, ഇലകളിൽ, തടികളിൽ ഒക്കെ കൂടുണ്ടാക്കി താമസിക്കുന്നു. പക്ഷികളും ഉറുമ്പുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, പക്ഷികൾ കുഞ്ഞുങ്ങൾ പറക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ കൂട് ഉപേക്ഷിച്ചു പോകും. എന്നാൽ ഉറുമ്പുകൾ അവരുടെ കൂടുകളിൽ കൂട്ടമായി സ്ഥിരമായി താമസിക്കുന്നു. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റേതെല്ലാം ജീവികൾ കൂട് നിർമ്മിക്കുന്നുണ്ട്? അവ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒരേ വസ്തുക്കളാണോ? കണ്ടെത്തി എഴുതൂ. അപ്പോൾ പല ജീവികളുണ്ട്. എല്ലാവരും ഒരുപോലെയാണോ കൂടുണ്ടാക്കുന്നത്? ഒരേ സാധനം കൊണ്ടാണോ കൂടുണ്ടാക്കുന്നത്? അല്ല, അല്ലേ? ചിതൽ മണ്ണ് കൊണ്ടാണ്, കടന്നൽ പൾപ്പ്, ഉമിനീർ, മണ്ണ് ഇതൊക്കെ കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. തൂക്കണാംകുരുവി ഉണങ്ങിയ പുല്ല്, നാരുകൾ, ചിലന്തി ശരീരത്തിൽ നിന്നുള്ള നൂൽ പോലുള്ള ഒരു സ്രവം ഇതുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കാക്ക ചുള്ളിക്കമ്പുകൾ, ഇലകൾ, ഉണക്കപ്പുല്ല്, നീറ് ഒരു തരം ഉറുമ്പാണ്, അത് ഇലകൾ കൊണ്ടാണ്. ജീവിയും കൂടും വരച്ച് യോജിപ്പിക്കൂ. ഓരോ ജീവി തന്നിട്ടുണ്ട്, അതിൻ്റെ കൂട് വരച്ച് യോജിപ്പിക്കണം. അപ്പോൾ ആദ്യത്തേത് തേനീച്ചയുടെ കൂടാണ്. അപ്പോൾ നിങ്ങൾ വരച്ച് യോജിപ്പിക്കേണ്ടത് തേനീച്ചയുമായിട്ടാണ്. അടുത്തത് വേട്ടാളൻ്റെ കൂട്, കണ്ടില്ലേ മണ്ണ് കൊണ്ടുള്ളത്. പിന്നെ ഉറുമ്പ്, കാക്ക. നമ്മുടെ വീടുകൾ, എന്തിനാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്? ഒന്നാമത്തേത് സുരക്ഷിതമായി താമസിക്കാൻ, മഴയും വെയിലും കൊള്ളാതിരിക്കാൻ, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ, കള്ളന്മാരിൽ നിന്ന് രക്ഷ നേടാൻ, വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, സമാധാനമായി വിശ്രമിക്കാൻ. ഇതിനൊക്കെയാണ് വീടുണ്ടാക്കുന്നത്. പലതരം വീടുകളുടെ ചിത്രങ്ങൾ നോക്കൂ. ഓരോ വീടും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ്? ചിത്രങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കൂ. കണ്ടില്ലേ ഒരുപാട് വീടുകളുണ്ട്. അവ എന്തിലൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ വീടിൻ്റെ ഭിത്തി മൺകട്ട കൊണ്ടും മേൽക്കൂര വൈക്കോല്. രണ്ടാമത്തേത് ഭിത്തി ചെളിമണ്ണ്, മേൽക്കൂര ഓല. മൂന്നാമത്തേത് ഭിത്തി ഇഷ്ടിക, മേൽക്കൂര കോൺക്രീറ്റ്. നാലാമത്തേത് ഭിത്തി വെട്ടുകല്ല്, മേൽക്കൂര ഓട്. അഞ്ചാമത്തേത് ഭിത്തി മരം കൊണ്ടും മേൽക്കൂര ആസ്ബറ്റോസ് ഷീറ്റ്. ആറാമത്തേത് ഭിത്തി ഉരുളൻ കല്ലും മേൽക്കൂര ഫൈബർ ഷീറ്റും. ഇതിൽ നിന്ന് എന്തു മനസ്സിലായി? പണ്ട് കാലങ്ങളിൽ മൺകട്ട, ഓല, വൈക്കോൽ എന്നിവയാണ് വീട് നിർമ്മിക്കാൻ കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. ഇന്ന് സാധാരണയായി ഇഷ്ടിക, വെട്ടുകല്ല്, കോൺക്രീറ്റ്, ഓട് എന്നിവയാണ് ഉപയോഗിക്കുന്നത്. വീട് നിർമ്മിക്കാൻ വിവിധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും? കാലാവസ്ഥയ്ക്കും ലഭ്യതയ്ക്കും അനുസരിച്ചാണ് പലതരം വസ്തുക്കൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ പല വീടുകളും പല സാധനങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്, അല്ലേ? അതെന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെയും കാലാവസ്ഥ, അതുപോലെ തന്നെ സാധനങ്ങൾ ലഭിക്കുന്നത് അനുസരിച്ചൊക്കെ ആയിരിക്കും നിർമ്മിക്കുന്നത്. എത്രയെത്ര ജോലികൾ! വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ജോലികളാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അവ ഏതെല്ലാമാണെന്ന് എഴുതൂ. കണ്ടില്ലേ ചിത്രത്തിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ജോലികളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തേത് കൽപ്പണി, രണ്ടാമത്തേത് മരപ്പണി, വീടിനാവശ്യമായ വാതിലുകൾ, ജനലുകൾ, മേൽക്കൂര എന്നിവ തടി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ജോലി. മൂന്നാമത്തേത് പെയിൻറ്റിങ്, വീടിൻ്റെ ഭിത്തികൾക്കും ജനലുകൾക്കും മറ്റും ചായം പൂശുന്നത്. അടുത്തത് ഇലക്ട്രിക്കൽ പണി, വീടിനുള്ളിലെ വയറിംഗ് ജോലികളും സ്വിച്ച് ബോർഡുകൾ സ്ഥാപിക്കുന്ന ജോലിയും. പലതരം വീടുകൾ, നിരവധി ആളുകൾക്ക് താമസിക്കാവുന്നതും കുറേ നിലകളുള്ളതുമായ വലിയ കെട്ടിടങ്ങളാണ് ഫ്ലാറ്റുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? പലതരത്തിലുള്ള വീടുകളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയിൽ ഗ്ലാസ് വീട്, തൂണുകളിൽ ഉയർത്തിക്കെട്ടിയ വീട്, ഇഗ്ലു, 3D പ്രിൻ്റഡ് വീട് എന്നിവ കണ്ടെത്തി എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേതാണ് തൂണുകളിൽ ഉയർത്തിക്കെട്ടിയ വീട്, രണ്ടാമത്തേത് ഗ്ലാസ് വീട്, മൂന്നാമത്തേത് ഇഗ്ലു, നാലാമത്തേത് പ്രിൻ്റഡ് വീടുകൾ. ഓരോ വീടിൻ്റെയും സവിശേഷതകൾ എന്തെല്ലാം? തൂണുകളിൽ ഉയർത്തിക്കെട്ടിയ വീട് വെള്ളം കയറാതിരിക്കാൻ തറയിൽ നിന്നും പൊക്കത്തിൽ തൂണുകളിൽ നിർമ്മിക്കുന്നു.
രണ്ടാമത്തേത് ഗ്ലാസ് വീടാണ്. ഭിത്തികൾ ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുന്നു. വെളിച്ചം നന്നായി കിട്ടും. മൂന്നാമത്തേത് ഇഗ്ലു. മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീട്. തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. നാലാമത്തേത് 3D പ്രിൻ്റഡ് വീടാണ്. മെഷീൻ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ നിർമ്മിക്കുന്ന പുതിയ തരം വീടാണിത്. ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ, സ്ഥലത്തിൻ്റെ പ്രത്യേകത, ലഭ്യമായ വിഭവങ്ങൾ, സുരക്ഷ, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം എന്നിവയെല്ലാം പരിഗണിച്ചാണ് വീട് നിർമ്മിക്കേണ്ടത്. സാങ്കേതിക വിദ്യയിലുണ്ടായ വളർച്ച വീട് നിർമ്മാണത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ വീടുണ്ടാക്കുമ്പോൾ ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ നോക്കണം, സ്ഥലത്തിൻ്റെ പ്രത്യേകത, ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ, സുരക്ഷ, കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് വീട് നിർമ്മിക്കേണ്ടത്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിലുണ്ടായ വളർച്ച വീട് നിർമ്മാണത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വീടുണ്ടാക്കാം. നമുക്കൊരു വീടിൻ്റെ മാതൃക നിർമ്മിക്കാം. എന്തൊക്കെ വേണം? കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ, പശ, കത്രിക, പേപ്പർ, ജലച്ചായം എന്നിവ ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു വീട് നിർമ്മിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒത്തൊരുമിച്ച് നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ജോലികളാണുള്ളത്, എന്തെല്ലാം ചുമതലകൾ ആർക്കെല്ലാം ഏറ്റെടുക്കാം, വരച്ച് യോജിപ്പിക്കൂ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ജോലികളാണ്, അത് ആർക്കൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. ചെടികൾ നനയ്ക്കുന്നു, അതാർക്കൊക്കെ ചെയ്യാം? മകൾക്ക് ചെയ്യാം, മകന് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. അതുപോലെ നിലം തുടയ്ക്കുന്നതും അമ്മ, അച്ഛൻ എല്ലാവർക്കും. അതുപോലെ തന്നെ തുണികൾ ഇസ്തിരിയിടുന്നു, അച്ഛനും അമ്മയ്ക്കും ചെയ്യാം. പിന്നെ പാത്രങ്ങൾ കഴുകുന്നതോ അമ്മ, അച്ഛൻ, മക്കൾ എല്ലാവർക്കും ചെയ്യാം. കറണ്ട് ബില്ല് അടയ്ക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ചെയ്യാം. സിലിണ്ടർ മാറ്റി വാങ്ങുന്നത് അച്ഛൻ, അമ്മ. അതുപോലെ തന്നെ പാചകം ചെയ്യുന്നത് അച്ഛനോ അമ്മയോ. സാധനങ്ങൾ വാങ്ങുന്നതും അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് അച്ഛൻ, അമ്മ. പിന്നെ ശൗചാലയം വൃത്തിയാക്കുന്നത് എല്ലാവരും മാറി മാറി. നിങ്ങളുടെ അഭിപ്രായം ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. വീട്ടുജോലികൾ എല്ലാ അംഗങ്ങളും സഹകരിച്ച് ചെയ്യേണ്ടതല്ലേ? എല്ലാവരും സഹകരിച്ച് ചെയ്യേണ്ടതാണ് അല്ലേ? പൊതുസ്ഥാപനങ്ങൾ. പൊള്ളുന്ന പനിയാണല്ലോ, എഴുന്നേൽക്കൂ, നമുക്ക് ആശുപത്രിയിൽ പോകാം. അപ്പോൾ പനി വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോകും അല്ലേ? ആശുപത്രി എന്ന സ്ഥാപനം നമുക്ക് നൽകുന്ന സേവനമാണ് രോഗീപരിചരണം. അപ്പോൾ എന്താണ് പൊതുസ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ? പൂർണ്ണമായോ ഭാഗികമായോ സർക്കാർ ഉടമസ്ഥതയിലുള്ളതും ജനങ്ങൾക്ക് സേവനം നൽകുന്നതുമായ സ്ഥാപനങ്ങളാണ് പൊതുസ്ഥാപനങ്ങൾ. അപ്പോൾ ഒന്നുകിൽ പൂർണ്ണമായും സർക്കാർ സ്ഥാപനമാകും, അല്ലെങ്കിൽ ഭാഗികമായി സർക്കാർ ഉടമസ്ഥതയിലുള്ളതുമായ ജനങ്ങൾക്ക് സേവനം നൽകുന്ന സ്ഥാപനങ്ങളാണ് പൊതുസ്ഥാപനങ്ങൾ. ഏതൊക്കെയാണ് പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? സ്കൂളുണ്ട്, പോലീസ് സ്റ്റേഷൻ, ബാങ്ക്, ആശുപത്രി, സ്കൂൾ, പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ്, KSRTC സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അക്ഷയ സെൻറ്റർ, ഇതെല്ലാം പൊതുസ്ഥാപനങ്ങളാണ്. വിദ്യാലയത്തിനടുത്തുള്ള ഒരു പൊതുസ്ഥാപനം സന്ദർശിക്കൂ. അവിടുത്തെ സേവനങ്ങൾ മനസ്സിലാക്കുന്നതിനായി കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ചോദ്യാവലി തയ്യാറാക്കി വേണം സന്ദർശനം നടത്താൻ. ലഭിച്ച വിവരങ്ങൾ റിപ്പോർട്ടാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. വീടില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 228 കുടുംബങ്ങൾക്ക് പുതിയ വീടുകൾ സമ്മാനിക്കും. അപ്പോൾ പ്രളയം വന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് 228 വീട് നൽകുമെന്നാണ് പറയുന്നത്. വീടില്ലാത്തവർക്ക് പ്രതീക്ഷയായി സർക്കാരിൻ്റെ പുതിയ പദ്ധതി. എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി വിവിധ സർക്കാർ പദ്ധതികളും സമൂഹ കൂട്ടായ്മകളും പ്രവർത്തിക്കുന്നുണ്ട്. വിലയിരുത്താം. വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട പ്രധാന ജോലികൾ താഴെ കൊടുത്തിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും ആവശ്യമായ സാമഗ്രികൾ കണ്ടെത്തി എഴുതൂ. തറകെട്ടൽ: കല്ല്, മണൽ, സിമൻറ്റ്. മരപ്പണി: തടി, ആണി, പശ. ഭിത്തി നിർമ്മാണം: ഇഷ്ടിക അല്ലെങ്കിൽ കല്ല്, സിമൻറ്റ്, മണൽ. തേപ്പുപണി: സിമൻറ്റ്, മണൽ. വിവിധ ജീവികളുടെ കൂടുകൾ നിരീക്ഷിച്ച് കൂടുണ്ടാക്കുന്നതിലെയും ഉപയോഗിക്കുന്നതിലെയും സവിശേഷതകൾ കണ്ടെത്തി എഴുതൂ. പട്ടിക ഉചിതമായി പൂർത്തിയാക്കൂ. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ മാത്രം കൂടുണ്ടാക്കുന്നവ ഏതൊക്കെയാണ്? കൂടുണ്ടാക്കി താമസിക്കുന്നവ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ മറ്റ് ജീവികളുടെ കൂടിനെ ആശ്രയിക്കുന്നവ. കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ കൂടുണ്ടാക്കുന്നത് പക്ഷികൾ, താമസിക്കാൻ കൂടി ഉള്ളവ ഉണ്ടാക്കുന്നത് തേനീച്ച, ഉറുമ്പ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവ കുയിൽ. നൽകിയിരിക്കുന്ന സന്ദർഭങ്ങൾ വായിക്കൂ. മീരയും കൂട്ടുകാരും ടീച്ചർക്കൊപ്പം കളിച്ചു പഠിക്കുന്നു.
അച്ഛൻ അരിയും ഗോതമ്പും മണ്ണെണ്ണയും വാങ്ങുന്നു. അമ്മ മുത്തശ്ശനെ കണ്ണുപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. മുത്തശ്ശി പെൻഷൻ വാങ്ങുന്നു. വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഓരോരോ സന്ദർഭങ്ങളാണ് അല്ലേ. ഏതൊക്കെ പൊതുസ്ഥാപനങ്ങളുടെ സേവനങ്ങളാകും മീരയ്ക്കും വീട്ടുകാർക്കും ലഭിച്ചിട്ടുണ്ടാവുക? എഴുതി ചേർക്കൂ. അപ്പോൾ പഠിക്കാനും കളിക്കാനും ഏത് പൊതുസ്ഥാപനമാണ്? സ്കൂൾ. അതുപോലെ തന്നെ അരി ഗോതമ്പ് വാങ്ങാൻ റേഷൻ കട, ചികിത്സ നേടാനായിട്ട് ആശുപത്രി, പെൻഷൻ വാങ്ങാനായിട്ട് ബാങ്ക്, മാലിന്യം നീക്കം ചെയ്യാൻ പഞ്ചായത്ത്. ഇതൊക്കെയാണ്. തുടർ പ്രവർത്തനങ്ങൾ. ചിത്രത്തിലെ പക്ഷിയുടെയും തേനീച്ചയുടെയും കൂടുകൾ ഒരുപോലെയാണോ? വലിയ കൂട്ടങ്ങളായി താമസിക്കുന്നതും അല്ലാത്തതുമായ ജീവികളെ കണ്ടെത്തി തരംതിരിച്ച് എഴുതൂ. അപ്പോൾ ഒരു പക്ഷി പറയാണ്, ഞാൻ മുട്ടയിടാൻ കൂടൊരുക്കുന്നത് ഈ മരപ്പൊത്തിലാണ് എന്ന്. ഞങ്ങൾ കൂട്ടമായാണ് താമസിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ കൂട്. കണ്ടോ, തേനീച്ച പറയുന്നതാണ്. അപ്പോൾ എഴുതേണ്ടത് കൂട്ടമായി താമസിക്കുന്നവ, അല്ലാത്തവ. കൂട്ടമായി താമസിക്കുന്നത് ഏതൊക്കെയാണ്? തേനീച്ച, ഉറുമ്പ്, ചിതൽ ഇതൊക്കെയാണ്. അല്ലാത്തവ പക്ഷി, ചിലന്തി, അണ്ണാൻ. ഇതിൽ കൂട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത് ആന, കുരങ്ങ്, സിംഹം, കടന്നൽ. ഇതൊക്കെ കൂട്ടമായി താമസിക്കുന്നതാണ്. അല്ലാതെ താമസിക്കുന്നത്, ഒറ്റയ്ക്ക് താമസിക്കുന്നത് പൂച്ച, കടുവ, പാമ്പ്, തവള. നിങ്ങൾ ചിലന്തി വലകൾ കണ്ടിട്ടില്ലേ? ചിത്രത്തിലെ വലകളിലെ വ്യത്യാസങ്ങൾ നോക്കൂ. നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിക്കൂ. ഓരോ തരം ചിലന്തി വലകളുടെയും പ്രത്യേകതകൾ രേഖപ്പെടുത്തൂ. അപ്പോൾ കുറച്ച് ചിലന്തി വലകൾ തന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ പ്രത്യേകതകൾ എഴുതണം. ആദ്യത്തേത് മരപ്പൊത്തിലുള്ള വലയാണ്. മരത്തിൻ്റെ തൊലിയിലെ വിടവുകളിലും പൊത്തുകളിലും കാണപ്പെടുന്ന വലയാണിത്. മരത്തിൻ്റെ തൊലിയിലെ വിടവുകളിൽ ഒളിച്ചിരിക്കാൻ സഹായിക്കുന്നു ഈ ഒരു വല. രണ്ടാമത്തേത് വൃത്താകൃതിയിലുള്ള വലയാണ്. നമ്മൾ സാധാരണയായി കാണുന്ന ഭംഗിയുള്ള വട്ടത്തിലുള്ള വലയാണിത്. പറക്കുന്ന പ്രാണികളെ ഒട്ടിച്ചു നിർത്താൻ പറ്റിയ പശയുള്ള നൂലുകളാണ് ഇതിനുള്ളത്. മൂന്നാമത്തേത് പരന്ന ഷീറ്റ് പോലെയുള്ള വല. പുല്ലുകൾക്കും കുറ്റിച്ചെടികൾക്കും മുകളിൽ ഒരു വിരിപ്പ് പോലെ പരന്നു കിടക്കുന്ന വലയാണ് ഇത്. പുല്ലുകൾക്ക് മുകളിൽ ഇരകൾ വീണുപോകും. നാലാമത്തേത് ഗുഹ പോലെയുള്ള വല. ചിലന്തിക്ക് ഉള്ളിൽ കയറിയിരിക്കാൻ പാകത്തിന് ഒരു കുഴൽ അല്ലെങ്കിൽ ഗുഹ പോലെ ഉണ്ടാക്കിയ വലയാണ് ഇത്. അകത്ത് സുരക്ഷിതമായിരിക്കാനും പുറത്തേക്ക് വേഗത്തിൽ വന്ന് ഇര പിടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതൊക്കെയാണ് ചിത്രത്തിൽ തന്നിരിക്കുന്ന ചിലന്തി വലകളുടെ പ്രത്യേകതകൾ. ഇനി ചിലന്തി വലകളുടെ പൊതുവായ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇര പിടിക്കാൻ. അതുപോലെ തന്നെ ചിലന്തി വലകൾക്ക് വ്യത്യസ്ത രൂപങ്ങളായിരിക്കും. 4 നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ ഒറ്റയ്ക്കുള്ള താമസത്തിന് ബലമുള്ള നൂലുകളായിരിക്കും ഇതിന് ഉണ്ടാവുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും പാഠഭാഗങ്ങൾ നന്നായി പഠിക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്